ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മളിന്ന് ദുഃഖശനിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 49 ദിവസങ്ങളായിട്ട് നമ്മൾ ഈശോയോടൊപ്പം ഈശോയുടെ സഹനങ്ങളെക്കുറിച്ച് ധ്യാനിച്ച്, ഈശോയുടെ മരണത്തെക്കുറിച്ച് ചിന്തിച്ച്, നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് പറ്റുന്ന പോലെ ഈശോയോടൊപ്പം എങ്ങനെ സഹിക്കാം, ഈശോയ്ക്ക് വേണ്ടി എങ്ങനെ മരിക്കാം എന്നൊക്കെ ചിന്തിച്ച് ഓശാന ഞായറാഴ്ചയിലെത്തി. ഈശോടൊപ്പം രാജകീയമായ ആ ഓശാന ഞായറാഴ്ച ആഘോഷിച്ച് നമ്മളിപ്പോൾ പെസഹ വ്യാഴത്തിലൂടെ ദുഃഖവെള്ളി സഞ്ചരിച്ച് ദുഃഖശനിയിലെത്തിയിരിക്കുകയാണ്. ഓശാന ഞായറാഴ്ച ഈശോ നമ്മോട് പറയുന്നത് ആധികാരികമായൊരു വിജയത്തെക്കുറിച്ചാണ്. പിശാചിനെയും പാപത്തെയും മരണത്തെയൊക്കെ ജയിക്കാനുള്ള ഈശോയുടെ ഒരു സ്വപ്നം, അത് ഈശോ പങ്കുവയ്ക്കുന്നത് ഒരു ഓശാന ഞായറാഴ്ചയിലൂടെയാണ്. ഒരു കഴുതപ്പുറത്താണ് ഈശോ ജെറുസലേമിലേക്ക് വരുന്നത് രാജകീയ വസ്ത്രം ധരിച്ചു. സാധാരണ രാജാക്കന്മാർ കുതിരപ്പുറത്താണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈശോ ഓശാന ഞായറാഴ്ച ജെറുസലേമിലേക്ക് വരുന്നത്, ദേവാലയത്തിലേക്ക് വരുന്നത് ഒരു കഴുതപ്പുറത്താണ്. അതിനെക്കുറിച്ച് പഠിക്കുന്നവർ പറയുന്നത് അത് വിജയം പൂർത്തിയാക്കിയിട്ടുള്ളൊരു രാജാവിൻ്റെ വരവാണ്. പക്ഷേ ഈശോ തൻ്റെ ദൗത്യത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കാനാണ് വരുന്നത്. പ്രവേശിക്കാൻ വരുമ്പോൾ തന്നെ ഈശോ ആ വിജയം പ്രഖ്യാപിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ദൈവികതയുണ്ട്. ആ ദൈവികത താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഈശോയ്ക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. അത് മനുഷ്യന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ യഥാർത്ഥ വിജയത്തിൻ്റെ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണത്തിനാണ്. അത് സംഭവിക്കുന്നത് ആയുധമെടുത്തിട്ടുള്ളൊരു യുദ്ധത്തിലൂടെയുമല്ല. സ്വന്തം ജീവിതത്തെ, ശരീരത്തെ സഹനത്തിലൂടെ കടത്തിവിട്ട് മഹത്വീകരിക്കുന്ന ഒരു ദൈവീക പദ്ധതി പൂർണ്ണമായിട്ടും ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ ഓശാന ഞായറാഴ്ച, അതിൻ്റെ പിറ്റേ ഞായറാഴ്ച സംഭവിക്കേണ്ട ഉയർപ്പിൻ്റെ വിജയം പ്രഖ്യാപിച്ച് കഴുതപ്പുറത്ത് വന്നത്. വളരെ വിനയാന്വിതനായിട്ട്. പ്രിയമുള്ളവരെ, പെസഹ വ്യാഴാഴ്ച ഈശോ തൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് പങ്കുവെച്ച് എങ്ങനെയാണ് നൽകാൻ പോകുന്നതെന്ന് പെസഹ വ്യാഴാഴ്ച ജീവിച്ച് നമ്മെ പഠിപ്പിച്ചു. അതാണ് ദുഃഖവെള്ളിയാഴ്ച നമ്മൾ കുരിശെടുത്ത് പോകുമ്പോഴും കൽവരിയിലെ തൻ്റെ ജീവൻ മുറിച്ച് നമുക്ക് നൽകി അത് പിതാവിന് സമർപ്പിക്കുമ്പോഴും ഈശോ പൂർത്തീകരിച്ച് കാണിച്ചു തരുന്നത്. എന്താണ് ഈശോയ്ക്ക് തൻ്റെ ജീവിതത്തിലൂടെ നമ്മോട് പറയാനുള്ളത്? പാപത്തെയും മരണത്തെയും എങ്ങനെ ജയിക്കാം എന്നുള്ള ഒരു സിദ്ധാന്തമാണ് ഈശോ വളരെ സിമ്പിളായിട്ട് ജീവിച്ച് കാണിച്ചു തരുന്നത്. എന്താണ് പാപം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ചിന്തിച്ച് കാണും. അർഹതയില്ലാത്തത് അനീതിയുടെ മാർഗത്തിലൂടെ നേടുന്നത് എന്തും പാപമെന്ന് വേണമെങ്കിൽ പറയാം. ഒരു പക്ഷേ പിശാച് വളരെ കൗശലപൂർവം ഒരു മനുഷ്യന് അർഹതയില്ലാത്ത വഴികളിലൂടെ നേടാൻ നിരന്തരം പ്രേരിപ്പിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അത് സ്വന്തമാക്കി കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒരു താൽക്കാലിക സന്തോഷമാണെങ്കിലും ആ സ്വന്തമാക്കുന്ന ഒരു വഴിയിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നത് നിത്യമായ ഒരു ജീവിതമാണ്. നഷ്ടപ്പെട്ട മനുഷ്യന് ഇനി അത് സ്വയം തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് അസാധ്യമാണെന്ന് ദൈവത്തിന് ബോധ്യമുള്ളത് കൊണ്ടാണ് തൻ്റെ പുത്രനെ അത് നേടിയെടുക്കാൻ മനുഷ്യനെ സഹായിക്കാൻ, പഠിപ്പിക്കാൻ ലോകത്തിലേക്ക് അയക്കേണ്ടി വന്നത്. അത് നമ്മളെ വളരെ സാധാരണമായ ഒരു വഴിയിലൂടെ ഈശോ പഠിപ്പിക്കുന്നതാണ്. ഈശോയുടെ പരസ്യജീവിതവും അതിൻ്റെ അവസാനമുള്ള സഹനവും മരണവും അടക്കലും അതിനുശേഷമുള്ളൊരു ഉയർപ്പും. തീർച്ചയായിട്ടും ഈശോയുടെ ജീവിതം എടുത്ത് പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യന് എങ്ങനെയൊക്കെ അർഹതപ്പെട്ടത് ന്യായമായ രീതിയിലൂടെ നേടാൻ ചില അനിവാര്യമായ സഹനങ്ങളിലൂടെ പോകേണ്ടതുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം സ്വാഭാവികമായിട്ട് വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും സ്വാഭാവികമായിട്ട് ഈശോ എടുത്തിട്ടാണ് പോകുന്നത്. അന്ധന് കാഴ്ച കൊടുക്കുന്ന ഈശോ, ബദിരന് കേൾവി കൊടുക്കുന്ന ഈശോ,
തളർവാദ രോഗിയെ നടത്തുന്ന ഈശോ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഈശോ തൻ്റെ ജീവിതം സുഖകരമാകാൻ ഒന്നും ചെയ്യുന്നില്ല. ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയൊക്കെയാണോ സാധാരണ ജീവിതം നയിക്കേണ്ടത് അങ്ങനെ മാത്രമേ ജീവിക്കുന്നുള്ളൂ. വേണമെങ്കിൽ ഈശോയ്ക്ക് ഇതൊക്കെ കഴിയാമെന്ന ഈശോയ്ക്ക് തൻ്റെ ജീവിതം സുഖകരമാകാൻ ഒരുപാട് എളുപ്പവഴികൾ തേടാമായിരുന്നു. അതിലൂടെയൊക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന്. പക്ഷേ ഈ കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം എങ്ങനെ എളുപ്പത്തിൽ പണം നേടാം, എങ്ങനെ എളുപ്പത്തിൽ കുറേ സുഖം നേടാം, എങ്ങനെ എളുപ്പത്തിൽ അർഹതയില്ലാത്ത ചില നേട്ടങ്ങൾ നേടിയെടുക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരുടെ എണ്ണം ഏറുന്നത് കൊണ്ടല്ലേ ഒരു പാടുപെടൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടൊക്കെയാണ് ഈശോ നമുക്ക് വലിയൊരു മാതൃക നൽകുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് വളരെ സാധാരണമായ രീതിയിൽ രക്ഷാകര പദ്ധതി എങ്ങനെ നമ്മിലൂടെ പൂർത്തിയാക്കാമെന്നാണ് ഈശോ വലിയ സഹനം സഹിച്ചുകൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നത്. ഈശോയുടെ ഒരു മനുഷ്യനുണ്ട്, ആ മനുഷ്യനൊരു സങ്കടമുണ്ട്. വരാൻ പോകുന്ന സഹനങ്ങളെ എനിക്ക് ശരിക്കും എടുത്ത് തീർക്കാൻ പറ്റുമോ എന്നുള്ളത്. അതാണ് ഗെത്സമനയിൽ ഈശോ ഒരു വിലാപമാക്കുന്നത്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് നീക്കിത്തരാൻ പറ്റുമോ? ഈശോയ്ക്ക് അറിയാം ഈ പാനപാത്രം കുടിച്ചു തീർക്കേണ്ടത് തന്നെയാണെന്ന്. എങ്കിലും ഒരു മനുഷ്യൻ്റെ വിലാപമാണത്, ദൈവത്തിൻ്റെ വിലാപമല്ല. ദൈവത്തിൻ്റെ വിലാപത്തിലാണ് അത് ഈശോ വളരെ സന്തോഷത്തോടെ സഹിച്ച് കുരിശിലെ ബലി പൂർത്തിയാക്കിയത് ഒരു വിലാപഗാനം പോലെ പറഞ്ഞ് അത് പിതാവിന് സമർപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്നലെ നമ്മൾ ഈശോയുടെ മരണത്തെക്കുറിച്ച്, അതിദാരുണമായ പീഡയെക്കുറിച്ചൊക്കെ ദുഃഖവെള്ളിയാഴ്ച ധ്യാനിച്ചു. ഒരു മനുഷ്യനെ സങ്കല്പിക്കാൻ കഴിയാവുന്നതിലപ്പുറമുള്ള സഹനങ്ങളാണ് ഈശോ ഏറ്റെടുത്തതെന്ന് നമുക്കറിയാം. 3 പ്രാവശ്യം വീണു എന്നൊക്കെ പറയുമ്പോൾ അത് സ്വതസിദ്ധമായ വീഴ്ചയാണ്, എടുക്കാൻ പറ്റാത്ത ഭാരമാണ് ഈശോ എടുത്തുകൊണ്ടിരിക്കുന്നത്. എങ്കിലുമൊക്കെ ഒരു മനുഷ്യനെ പോലെ ഈശോ നടക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ നമ്മൾ കുരിശിൻ്റെ വഴിയിൽ ധ്യാനിക്കുമ്പോൾ അതിനകത്ത് ഒരു അസ്വാഭാവികതയും ഇല്ലെന്ന് നമുക്കറിയാം. ആണിപ്പഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുമ്പോൾ ഉഗ്രമായ വേദന അനുഭവിച്ചു എന്നൊക്കെ പറയുന്നതിൽ ഒരു അസ്വാഭാവികതയുമില്ല. ഒരു മനുഷ്യനെ എത്ര സഹനം എടുക്കാൻ പറ്റുമെന്നാണ് ഈശോ നമുക്ക് പഠിപ്പിച്ചു തന്നത്. എന്തിനായിരുന്നു ഈശോ ഇങ്ങനെയൊക്കെ സഹിച്ചത്? കാരണം അർഹതയില്ലാത്തത് അനീതി നിറഞ്ഞ വഴിയിലൂടെ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയ്ക്ക് പരിഹാരമാകാനാണ്. അർഹതപ്പെട്ട വഴികളിലൂടെ എങ്ങനെ ആ സുഖങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാമെന്ന് ഈശോ പഠിപ്പിക്കുന്നത്. എന്നിട്ട് വലിയൊരു സഹനത്തിലേക്കൊന്നല്ല ഈശോ നമ്മെ വിളിക്കുന്നത്. ഈശോ നമ്മോട് പറയണത്, ഇത്രയും സഹനം ഒരു മനുഷ്യനെടുക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെയൊക്കെ ഒരു സാധാരണ ജീവിതം അത് സഹിക്കേണ്ട സാധാരണ സഹനങ്ങളിലൂടെ കടന്നു പോകാൻ എന്താ പ്രയാസമുള്ള എന്നുള്ളൊരു വലിയ സിദ്ധാന്തമാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. അതിനുള്ളൊരു വെളിച്ചമാണ് ഈ ദുഃഖവെള്ളിക്ക് ശേഷം ദുഃഖശനിയാഴ്ച നമ്മൾ ദേവാലയത്തിൽ ചെന്നപ്പോൾ മാമോദീസായിലൂടെ സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ നമുക്ക് എല്ലാ ദിവസവും കുർബാനയിലൂടെ നൽകുന്നുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് നമ്മൾ അതൊന്ന് അനുസ്മരിച്ചത്. നമ്മൾ മാമോദീസായിൽ ജലത്താൽ സ്നാനപ്പെട്ടതുപോലെ ഈ ദുഃഖശനിയാഴ്ച നമ്മൾ ദേവാലയത്തിൽ ചെന്നപ്പോൾ വിശുദ്ധ ജലം പരിശുദ്ധാത്മാവിനെ ആവസിപ്പിച്ച് അത് നമ്മുടെ മേൽ തളിപ്പിച്ചിട്ട് നമുക്കൊരു പരിശുദ്ധാത്മ ആവാസത്തെക്കുറിച്ച് ഈശോ ഇന്ന് നമ്മെ ബോധ്യപ്പെടുത്തി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വന്നതിൻ്റെ അടയാളമായിട്ടാണ് പാപത്തിൻ്റെ അന്ധകാരത്തെ നീക്കാൻ കൃപയുടെ വെളിച്ചം നമ്മൾ കൈകളിലേന്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. ആ വെളിച്ചമാണ് എങ്ങനെ പാപത്തെ ഇല്ലാണ്ടാക്കി ജീവിക്കാൻ കൃപ സഹായിക്കുമെന്ന് നമ്മളെ ഈ ദുഃഖശനിയാഴ്ച ഓർമ്മപ്പെടുത്തുന്നത്. ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം ഈശോ ആഗ്രഹിക്കുന്ന പോലെ നമ്മളൊന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ദുഃഖവെള്ളി നമുക്ക് ദുഃഖശനി ഈസ്റ്ററിൻ്റെ മഹത്വത്തിലേക്കുള്ള വലിയൊരു കവാടമാണെന്ന് തിരിച്ചറിവ് തരും. തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ട് നാളെ ഒരു പുതിയ മനുഷ്യനായി തീരുമ്പോൾ അർഹതപ്പെട്ടത് ന്യായമായ വഴിയിലൂടെ നേടണമെന്നുള്ളൊരു തിരിച്ചറിവ് പരിശുദ്ധാത്മാവ് ഈ ദിവസം നമുക്ക് തരുന്നുണ്ട്. അത് നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ നമുക്കെടുക്കാൻ പറ്റാത്ത സഹനങ്ങൾ
തീർച്ചയായിട്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതാണ് ഈശോയ്ക്ക് നമ്മെ പഠിപ്പിക്കാനുള്ള കാര്യം. കാരണം ഇത്രയൊന്നും വലിയ ഭാരമൊന്നും ഒരു മനുഷ്യനും എടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ നോക്കൂ, എടുക്കാൻ പറ്റാത്ത ഭാരങ്ങൾ എടുക്കേണ്ടി വന്നിട്ട് അത് എടുക്കാൻ പറ്റാത്ത മനുഷ്യൻ്റെ വിലാപത്തിൻ്റെ സ്വരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ശരിയായ വഴിയിലൂടെ പോകുമ്പോൾ എടുക്കേണ്ട സഹനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തിക്കുറവ് വർദ്ധിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എടുക്കാൻ പറ്റാത്ത സഹനങ്ങൾ ജീവിതത്തിൽ എപ്പോഴൊക്കെയോ എടുക്കേണ്ടി വരുന്നത്. അത് പരിഹരിക്കാനാണ് ഈശോ വലിയ സഹനങ്ങൾ നമുക്ക് വേണ്ടി എടുത്തിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ നീതിയുടെ മാർഗത്തിലൂടെ തന്നിട്ട് വീണ്ടും നമ്മളെ ദൈവമക്കളാക്കിയിട്ട് ഒരു സാധാരണ മനുഷ്യനെ പോലെ നിത്യജീവനിലേക്ക് നടന്നു കയറാൻ ഒരു വലിയ തിരിച്ചറിവ് ഈ ദുഃഖ ശനിയാഴ്ച നൽകുന്നത്. നാളെ നമുക്ക് ഈശോടൊപ്പം ഉയർക്കാം. ഈശോടൊപ്പം സഹിക്കുകയും ഈശോടൊപ്പം മരിക്കുന്നവരെ ഈശോടൊപ്പം സംസ്കരിക്കപ്പെടുന്നു എന്ന് നമ്മൾ കുരിശിൻ്റെ വഴിയിൽ ഈ 49 ദിവസം ധ്യാനിച്ചതാണ്. ആ സംസ്കരിക്കപ്പെടലെ ഒരു പുതിയ മനുഷ്യൻ രൂപപ്പെടുന്ന ഒരു സംസ്കരിക്കപ്പെടുന്നതിൻ്റെ ഒരു അവസ്ഥാന്തരമാണ്. തീർച്ചയായിട്ടും ആ പുതിയ മനുഷ്യൻ അനുദിന ജീവിതത്തിലെ സാധാരണ നന്മ ചെയ്യാൻ വേണ്ടി വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും സഹിക്കാൻ പ്രാപ്തിയുള്ളവനാണ്. അതാണ് പുതിയ മനുഷ്യൻ. ഒരു പഴയ മനുഷ്യനെ നമുക്ക് ഉരിഞ്ഞു മാറ്റാം, ഒരു പുതിയ മനുഷ്യനെ നമുക്ക് ധരിക്കാം. അത് കൃപയാണ് നമ്മെ സഹായിക്കുന്നത്. അനുദിന ജീവിതത്തിലെ എല്ലാ കർത്തവ്യങ്ങളും ഒരു പ്രയാസം കൂടാതെ സമചിത്തതയോടെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കുന്ന ഒരു നല്ല അവസ്ഥയിലേക്ക് മാറാൻ ഈ ദുഃഖ ശനിയാഴ്ച നമ്മെ തീർച്ചയായിട്ടും സഹായിക്കട്ടെ. ഈശോയുടെ സഹനങ്ങൾ നമ്മുടെ സഹനങ്ങൾ ഇല്ലാതാക്കാനായിരുന്നെങ്കിൽ, നമ്മുടെ സഹനങ്ങൾ, നമ്മുടെ കൂടെയുള്ളവരുടെ സഹനങ്ങൾ ഇല്ലാതാക്കാൻ നമുക്ക് അത് മാറ്റിയെടുക്കാൻ പരിശ്രമിക്കാം. അവിടെയൊക്കെ ഈശോ നമ്മളിൽ പുതിയ മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കുന്ന ആ വലിയ സ്വപ്നം പൂർണ്ണമാകുന്നുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഉയർപ്പിൻ്റെ എല്ലാ സന്തോഷങ്ങളും എല്ലാ ദൈവാനുഗ്രഹങ്ങളും സ്നേഹപൂർവ്വം നേരുന്നു.